ഹായ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ മോട്ടുവിൻ്റെ കഥ പറയാനാട്ടാ. ഇതാണ് കേട്ടോ എൻ്റെ മോട്ടു. ഇത് ബീഗിളാണ്. ഇവള് പെണ്ണാണ്. പക്ഷെ മോട്ടൂന്ന് ഇട്ടു. പിള്ളേരിട്ട പേരാണ് മോട്ടൂന്ന്. ഇത് പണ്ടത്തെ ഞങ്ങളുടെ കുട്ടി മോട്ടു. ഇവളിപ്പോൾ വലുതായിട്ടാ. ഇവളിപ്പോൾ വലുതായി 3 കുട്ടികളൊക്കെ ഉണ്ടായി, ഒരു അമ്മയായി. എൻ്റെ വീഡിയോസിലുണ്ട് കേട്ടോ ഇവളുടെ ഇപ്പോഴത്തെ വലുതായിട്ടുള്ളത്. കണ്ട ഓടി നടക്കണേ. പണ്ട് ഇതന്നെയായിരുന്നു അവൾക്ക് പണി. ഇങ്ങനെ ഓടി നടന്നിട്ട് ഇതേ ഇങ്ങനെ മലർന്ന് കിടക്കും. എൻ്റെ പിള്ളേർ കളിക്കുമ്പോൾ ഒന്നും സ്വൈര്യം കൊടുക്കില്ല. പിള്ളേരുടെ ടോയ്സും ഇതൊക്കെ അവൾക്ക് വേണം. പിന്നെ പിള്ളേരുടെ ടോയ്സൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക അവൾക്ക്. ഇതിപ്പോൾ എന്തോ കയറോ എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതല്ലായിരുന്നു കേട്ടോ, ഈ പ്രായത്തിൽ ഫുള്ളും കടിയായിരുന്നു അവൾ. കടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും നിരത്തി കടിക്കും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാലുമ്മ വന്ന് കടിക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. പിള്ളേരധികം കടിച്ചിട്ടില്ല കേട്ടോ അവൾ. ബാക്കിയുള്ളവർക്ക് എനിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും കടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം കടിക്കൊന്നുമില്ല അവൾ. ഇപ്പോൾ ഒരു അമ്മയൊക്കെ ആയില്ലേ. പക്ഷേ അവളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പോയിട്ടാ ജനിച്ച ഉടനെ. അതൊരു ട്രാജഡി ആയിരുന്നു. ഇപ്പോൾ ദേ ഈ പ്രായമായി മൂപ്പര്. ഇതാണ് കേട്ടോ അവളുടെ പുതിയ കൂട്. ഇപ്പോൾ ഈ ഒരു കൂട്ടിൽ അവൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ നടക്കാൻ. അങ്ങനെയൊക്കെ അങ്ങനെയാണ് എൻ്റെ മോട്ടു. ഇപ്പോൾ പാവാണ്. ഇങ്ങനെ ഓടിച്ചാടി നടക്കാനാണ് അവൾക്ക്. ഇപ്പോൾ പാവമൊന്നുമല്ല, എപ്പോഴും പാവാണ്. പണ്ട് ഇത്തിരി കടിയും കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറുമ്പുണ്ട്. അവളൊരു അമ്മയായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുറുമ്പത്തി തന്നെയാണ്. ആൾക്കിങ്ങനെ ഓടി നടക്കണം. ഏറ്റവും വിഷമം അവളെ കൂട്ടിലിടുന്ന. പക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാരണം കൊണ്ട്. പക്ഷെ ഇവിടെ ഗേറ്റും കാര്യങ്ങളൊന്നുമില്ലേ വീടിൻ്റെ അവിടെ. ഇവിടെ അയച്ചു വിട്ട് നമ്മളിങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മണത്ത് പോവും. എവിടം വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില ടൈമിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവളെ കൂട്ടിലിടാല്ലാണ്ട് വേറെ നിവർത്തിയില്ല. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഒപ്പം ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം.